എനിക്ക് ചോറിൻ്റെ കൂടെ അച്ചാർ കൂട്ടി കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളെ വീട്ടിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആയിട്ടൊരു അച്ചാർ സ്റ്റോക്ക് ഉണ്ടാവും. ഇന്ന് നമുക്കൊരു ഇൻസ്റ്റൻ്റ് ആയിട്ട് വളരെ എളുപ്പത്തിലൊരു അച്ചാർ ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം തന്നെ നല്ലെണ്ണ ഒഴിച്ചിട്ട് കടുകും ഉലുവയും പച്ചമുളകും ഒന്ന് പൊട്ടിച്ചെടുക്കുക. ഞാനിപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് കേട്ടോ ചേർക്കുന്നത്. എനിക്ക് ആ ഒരു ഇഞ്ചി കടിക്കുന്നത് ഇപ്പോൾ കുറച്ചായിട്ട് ഇഷ്ടമില്ലടോ, എന്താണെന്നറിയില്ല, ഒരു വെറുപ്പാണ്. ഇനി അച്ചാർപ്പൊടി ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാൻ അച്ചാർപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു പച്ചച്ചുവ മാറ്റുന്നവരെ ഒന്ന് സോർട്ട് ചെയ്യുക കേട്ടോ. ഇനി ഇതാ പച്ചമുന്തിരിയാണ് കേട്ടോ നമ്മൾ ചേർക്കുന്നത്. നല്ല പച്ചമുന്തിരിൻ്റെ അച്ചാർ നിങ്ങൾ കഴിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല മിസ്സാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പച്ചമുന്തിരി കിട്ടുകയാണെങ്കിൽ ഒന്ന് അച്ചാറിട്ട് നോക്കിക്കോളി. ഇനി കായപ്പൊടിയും ഉപ്പും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചെടുക്കുക. മധുരത്തിന് ഞാൻ ശർക്കര ആണ് കേട്ടോ ചേർക്കുന്നത്. നിങ്ങൾക്ക് പൊടിച്ചിട്ടും ചേർത്ത് കൊടുക്കുക, എല്ലാതെയും ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് വിനെഗറും കൂടി ഒഴിച്ചിട്ട് ഒരുപാട് തിളപ്പിക്കരുത്. ജസ്റ്റ് ഒന്ന് തിള വരുമ്പോഴത്തേക്കും തന്നെ ഈ ഒരു തരത്തിൽ നല്ല കുറുകിയിട്ട് കിട്ടും. ഇനി നിങ്ങൾക്ക് നല്ലപോലെ കുറുക്കി കിട്ടുകയാണെങ്കിൽ കുറച്ച് ചൂടാറിയിട്ടുള്ള തിളപ്പിച്ച വെള്ളം ഒഴിച്ചെടുത്താൽ മതി കേട്ടോ. നല്ല എരിവും മധുരമൊക്കെ ആയിട്ടൊരു അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോളിട്ടോ. അപ്പോൾ ബൈ.